ഇവൻ എൻ്റെ കൂടെ വഴിയിൽ നിന്ന് കൂടിയതാട്ടോ. ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകണം, വിസാപൂർ ഫോർട്ട്. വിസാപൂർ ഫോർട്ടിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് വിസാപൂർ ഫോർട്ട് ഇവൻ എൻ്റെ വഴിയിൽ വരുന്നുണ്ട് കേട്ടോ. അവിടെ നിൽക്കൂ. Come on. ബിസ്ക്കറ്റ് വേണ്ടേ? ആണെങ്കിൽ വേണം വഴികാട്ടി. ഈ കാണുന്നതിൻ്റെ മുകളിലേക്കാണ് നമ്മൾക്ക് കയറാനുള്ളത്. പക്ഷേ ഇതിൻ്റെ പലത് ഇങ്ങനെ ഭയങ്കര ലെങ്ത് ഉണ്ട് കേട്ടോ. എല്ലാ സൈഡിലും ഇങ്ങനെ ചുറ്റി കിടക്കുന്നുണ്ട്. പക്ഷേ ഇത് അത്യാവശ്യം നല്ല ഇതിലേക്ക് ഇറങ്ങി പോകാനുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം പ്രയാസമുള്ളതാണെന്ന്. ഇത് തീരെ ക്ലിയർ പോരാട്ടോ. ആ ഒരു വൈബിൽ കയറാന്ന് പറഞ്ഞേ. പ്രഷർ ഇത് കാണൂ. നമ്മുടെ ആദർശ് അണ്ണന്റെ യാതനകളും വേദനകളും നിങ്ങളെ ഒരു മല കാണിക്കാൻ വേണ്ടി പോകുമ്പോഴുള്ള ഓക്കെ. മൂന്നാമത്തെ പ്രഷർ ഇത് നമ്മളെ ഇന്നത്തെ രണ്ടാമത്തെ ഇന്ന് മൂന്നാമത്തത് കർല ലോക്കാട്ട്, പിന്നെ വിസാപൂർ മൂന്നാമത്തെ. ഇതെന്ന് പറഞ്ഞാൽ മേലോട്ടേക്ക് 5 കിലോമീറ്ററാണ് ദൈർഘ്യം. അതാണ് നമ്മളിങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നത്. അതെ, 5 കിലോമീറ്റർ നല്ല റിസ്ക്കുള്ള ഒരു പരിപാടി തന്നെയാണ് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് വീഡിയോ കണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ വേറെ ചാനൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എന്നാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡെപ്ത് അല്ല ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ ഏത് ഷോർട്ടാക്കി വരുന്നത് വളരെ മസ്റ്റ് വ്യൂ ആയിട്ടുള്ള സ്ഥലമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും ആണ്. ഞാൻ വരട്ടെടാ. ഈ കുത്തനെയുള്ള ഇതാ കയറാൻ പോകുന്നത് നമ്മള്. ഇപ്പോൾ കോടയും മൂടി, ക്ലൈമറ്റ് ഫുള്ള് ചേഞ്ചായി. ചാറ്റിൽ മഴയും കോടയും വേണ്ട ഇതൊന്നും കാണാം. നമ്മൾ മുകളിലേക്ക് അതിനേശം ഇത്ര ആയിട്ടേ ഉള്ളൂ. താഴത്തുനിന്ന് കയറിയിട്ട് ഇവിടം വരെ എത്തി. അയ്യോ, എഴുതുന്നുണ്ട്. ഇതാണ് കേട്ടോ ഇതിൻ്റെ ഏറ്റവും ടോപ്പ്. അപ്പോൾ ഇവിടെ ഇനി വിശാലമായിട്ട് പരന്ന് കിടക്കുന്നുണ്ട്. നമുക്ക് എങ്ങോട്ടേക്ക് വേണ്ടെങ്കിലും നടക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ നമ്മൾ വന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡാണ് ഇതിൻ്റെ താഴത്ത് കാണുന്നത്. ഇതിലോട്ട് നമുക്ക് താഴത്തേക്ക് ഇറങ്ങാൻ പറ്റും. അപ്പോൾ ഇവിടെ കാറ്റ് എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത കാറ്റാണ്, മുട്ടിഞ്ഞ കാറ്റാണ്. നമ്മൾ ഏകദേശം വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു, നല്ല തണുപ്പും ഉണ്ടായിരുന്നു. ഇത് കണ്ടിട്ട് അതിൻ്റെ സൈഡിൽ ഇപ്പോൾ കോട കണ്ട കോടയുണ്ടല്ലോ, അതൊക്കെ പോയി കഴിഞ്ഞു. ഇങ്ങനെ കുളം പോലെ, കുളം എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ കാണുന്ന കുളം പോലെ അല്ല കേട്ടോ. ഒന്നിലേക്ക് ഒഴുകി വരുന്നല്ലോ, പ്രകൃതി നിർമ്മിതമായ, മനസ്സിലായില്ല. വേറെ ഇതാരും കെട്ടി ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നില്ല. പക്ഷേ കോട്ടയാണ്. ഇത് കോട്ടയായതുകൊണ്ട് തന്നെ ഇവിടെ പല ആൾക്കാർ താമസിച്ചിട്ടുണ്ടായിരുന്നു. പണ്ട് എന്താ പറയുക, യുദ്ധങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഒളിച്ചിരിക്കാനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ കുറേ എന്താ പറയുക ശാലങ്ങൾ അങ്ങനെയൊക്കെ അടക്കിയ സ്ഥലങ്ങൾ അങ്ങനെ എന്തൊക്കെയോ പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഒരു ചരിത്രങ്ങൾ കൂടുതലായിട്ട് അന്വേഷിച്ച് നോക്കിയാൽ അതിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാം. അപ്പോൾ ഇവിടെ ഇത് പാറയെ കൊണ്ട് തന്നെ ഉണ്ടാക്കിയ കുളമാണ്.
കുളങ്ങൾ പോലെ. ഇത് ഓൾറെഡി ഉണ്ടായതാണോ അല്ലെങ്കിൽ ഉണ്ടാക്കിയതാണോ, പക്ഷേ കാണുമ്പോൾ കാണുന്നില്ല, ഇങ്ങനെ നേരെ നേരെയായിട്ട് നിൽക്കും. ഒന്ന് നിറഞ്ഞു കഴിഞ്ഞിട്ട് ഒന്നിലേക്ക് ഒഴുകിയിട്ട് അങ്ങനെ പോകും. ഇത് എന്താ പറയുക, പണ്ട് കാലത്ത് ചിലപ്പോൾ ഉണ്ടാക്കിയതാവും, അല്ലെങ്കിൽ ഓൾറെഡി ഉണ്ടായതായിരിക്കും, അറിയില്ല. അതിൻ്റെ ഒരു പരിപാടിയും കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ലാത്തൊരു ഭംഗിയായിരുന്നു. നമ്മൾ ഇങ്ങോട്ട് നമുക്കിപ്പം ഓരോ സ്ഥലം അതിൻ്റെ സൈഡിലുണ്ടല്ലോ മറ്റേ എന്താ പറയുക, വെള്ളം ഒഴുകി പോകുന്ന മറ്റേ ഇതുണ്ടല്ലോ, കനാല് പോലെയും ഇതുണ്ട്. ഇതെല്ലാം എന്ന് വെച്ചാൽ ഇത്രയും അടി മുകളിലാണ് ഇതൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. അതാണ് നോക്കേണ്ടത്. അത് ഈ മലേൻ്റെ മുകളിൽ ഈ രണ്ടെണ്ണം കാണും, 2 അറകൾ പോലെ വലിയ അത്യാവശ്യം വലിയ സ്പേസ് ഉള്ളത് നിർമ്മിച്ചാണ്. അത് എന്തിനാണ് ഉണ്ടാക്കിയതെന്നൊന്നും അറിയത്തില്ല. ഇപ്പോഴും അത് ചരിത്ര സ്മാരകമായിട്ട് അവിടെ നിലനിൽക്കുന്നുണ്ടാവും. ഏറ്റവും ടോപ്പിലായതുകൊണ്ട് ഇതിൻ്റെ പടിഞ്ഞാറ് സൈഡിൽ നിന്ന് അടിക്കുന്ന കാറ്റ് ഭയങ്കരമാണ് കേട്ടോ. ഇത് നേരത്തെ കണ്ട കുളമല്ല, അതിൻ്റെ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ കാണുന്ന കുളങ്ങളാണ്. അതേപോലെ തന്നെ തൊട്ടിപ്പുറത്തുണ്ട്. ഇതിൻ്റെ താഴത്തേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വാട്ടറാണ്. നമുക്ക് താഴെ വരെ നമുക്ക് കാണാൻ പറ്റും. നല്ലോണം ചളിയുണ്ട്, വീണ് കയ്യെല്ലാം പൊട്ടിയിട്ടുണ്ട്. നല്ല ലാസ്റ്റ് എത്തുമ്പോൾ കൈ ഇങ്ങനെ പൊട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ് എന്താണെന്ന് അറിയില്ല. ഇവിടെ നല്ലോണം ചളി ഇങ്ങനെയുണ്ട്. ഇപ്പം ഞാൻ കൈ കളഞ്ഞതാണ്. എന്താ പറയണ്ടേ ഒന്നും പറയണ്ട. അവസാനം നമുക്ക് ഇങ്ങനെ പറ്റിപ്പോയി. അയ്യോ, അവസ്ഥ തന്നെയാണ്.